മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി, അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം മാത്രം നോക്കിയാൽ മതി. റോഡിൽ കാണുന്നവരെല്ലാം പോകുന്ന വഴിക്ക് അടിച്ചു തീർക്കുന്നത് ഗുണ്ടായിസം തന്നെയാണ്. അതുകൊണ്ട് അത് ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും അതിന് കേസ് രജിസ്റ്റർ ചെയ്യണം. അത് മറുചേരിയിലുള്ളവരാണോ ഒന്നുമല്ല, ആർക്കിട്ടായാലും ശരി ആ അടി അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമുക്കറിയാം 2 എസ്കോട്ടുകാർ അല്ലെങ്കിൽ എസ്കോട്ട് ജീപ്പിലുണ്ടായിരുന്നവരും അവർ ഇറങ്ങി മുഖ്യമന്ത്രിയുടെ വാഹനത്തിനാണ് എസ്കോട്ട് കൊടുക്കുന്നത്. അവരും ഇറങ്ങി ആ റോഡ് സൈഡിൽ നിന്നവരെ ഭീകരമായിട്ട് മർദ്ദിക്കുന്നത് കണ്ടു. 3 പേരുടെ അടി നമുക്ക് സഹിക്കാൻ കഴിയില്ല. ആ 3 പേർക്കെതിരായിട്ട് പോലീസ് തന്നെ സോമോട്ടായിട്ട് കേസെടുക്കണം. ആ ജില്ലാ SP-യുടെ ഡയറക്ഷനോട് കേസെടുക്കുന്നതാണ് നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ വരെ പോകും, അല്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോകും. പോലീസ് ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായിട്ടും അതിനകത്ത് പഴി കേൾക്കേണ്ടി വരും. ചിലപ്പം